ഹലോ ഹായ് റജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഇഞ്ചിക്കറി വയ്ക്കാം. ഇഞ്ചി കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 കഷ്ണം ഉള്ളി, ചെറിയ ഉള്ളി, അതിനെ വട്ടത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വട്ടത്തിന് അരിഞ്ഞ് 3 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയുണ്ട്. രണ്ട് തള്ള് കറിവേപ്പില ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് തേങ്ങയാണ്. അപ്പോൾ ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അതുപോലെ പുളി, ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് അതിനെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇഞ്ചി വറുക്കുന്നില്ല കേട്ടോ, പച്ചയ്ക്കാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഈ എണ്ണയിൽ കിടന്നങ്ങോട്ട് വഴറ്റണമൊന്നുമല്ല. ഇത് രണ്ടും ശകല എണ്ണയിലിട്ട് വറുത്തെടുക്കാം. പക്ഷെ ഇഞ്ചി നമുക്കല്ലാതെ ഒന്ന് ചെയ്യാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇല്ല, അരഞ്ഞിട്ടില്ല. നല്ലോണം അരയണതുപോലെ. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അലുമിനിയം ഇരുമ്പ് ചട്ടിയാണ്. അതിലോട്ട് ചട്ടി വെച്ച് കൊടുത്ത് ഇപ്പോൾ ചട്ടി ഒന്ന് അനന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ഒരു ചെറിയ മുറി തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുറി തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇത് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ, ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ. അപ്പം ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ട് കൊടുക്കാൻ. പണ്ടത്തെ കാലത്തൊക്കെ ഇതുപോലെ ഇഞ്ചിക്കറിയൊക്കെ വെക്കും. പിന്നെ അത് നല്ല ടേസ്റ്റാണ്. അവരെ ആ കറികളൊക്കെ ഇപ്പം അമ്മമാരെ കറികളൊക്കെ കൂട്ടാത്തൊരു ടേസ്റ്റാണ്. ഇപ്പോഴും അതിൻ്റെ രുചി നമ്മളെ വായിലിരിക്കും. പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചി വറുത്തിട്ടാണ്. ഇപ്പോഴും വറുത്ത് വെക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ വയ്ക്കും. അതുപോലെ പെരുന്നാളൊക്കെ വരുമ്പോഴും അങ്ങനെയൊക്കെ നല്ല ആ ഓർമ്മയൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു നേരമെങ്കിലും പറയണമല്ലോ ആ ഓർമ്മയൊക്കെ. പിന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് കളറായി വരണം. അങ്ങനെ ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞാൽ ഒരു ഇഞ്ചിക്കറിയുടെ ടേസ്റ്റേ അങ്ങ് പോവും. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത നമുക്കൊരു പാത്രത്തിലോട്ടും മാറ്റാം. ഇതുപോലെ മതി. അപ്പോഴത്തേക്ക് കരിഞ്ഞ ടേസ്റ്റ് വരില്ല. നല്ലതായിട്ടുണ്ട്. ഇതിലോട്ട് എന്നിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഇത് ചൂടാറട്ടെ. ഇഞ്ചി അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ തന്നെ ഈ വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ശകലം വെള്ളം ഒഴിക്കാം. ശകലം മതി. അത് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കറക്കിയെടുക്കാം. ഇനി ഗ്യാസ് കത്തിച്ചതിന് ശേഷം ആ തേങ്ങ വറുത്ത ചട്ടിയിൽ തന്നെയാണ് വെക്കണത്. അപ്പോഴേ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ചൊഴിച്ച് ഇനി ഇതിട്ട് കൊടുക്കാം. ഈ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇച്ചിരി ഒന്ന് ഇതിൻ്റെ കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി 3 പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞ് വെച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഉള്ളിയുടെ കളറൊന്ന് മാറണം. ഇച്ചിരി ഒന്ന് കളർ മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. അതുപോലെ മുളകും. ഇതൊരു പച്ച ചുവയാണ്, അതുകൊണ്ടാണ് ഇത് പച്ചയ്ക്ക് അരയ്ക്കാത്തത്. ഇത് മൂപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് മൂക്കണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും ഉള്ളിയും മുളകും മൂപ്പിച്ച് കോരിയിട്ടുണ്ട്. ഇനി കറിവേപ്പില ആ എണ്ണയിൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം.
കറിവേപ്പില ചെറിയ ഒരിതാക്കി അതും കൂടെ ഒന്ന് മൂപ്പിക്കാം. ഇപ്പം കറിവേപ്പില ഇതായിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ഈ എണ്ണ തന്നെ ഇരിക്കട്ടെ, നമുക്ക് കറി വയ്ക്കാനായിട്ട് ഇഞ്ചിക്കറി വയ്ക്കണ്ടേ. അപ്പം ഈ എണ്ണ ഇങ്ങനെ ഇരിക്കട്ടെ. പച്ച ഇഞ്ചി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഇതാ തേങ്ങ വറുത്തത് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ തേങ്ങ വറുത്തതിൽ ഈ ഇഞ്ചി ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയും മുളകും കൂടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതിലോട്ടിടാം. ഇതിലോട്ടിട്ട് ഞാൻ അതുപോലെ കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം മിക്സിയിൽ ചെറിയ രീതിക്കൊന്ന് അടിച്ചെടുക്കാം. ഭയങ്കരമായിട്ട് അരയണ്ട. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. ഇനി നമ്മളിതെല്ലാം വറുത്ത് കോരിയ ചട്ടിയിൽ തന്നെ, അതായത് ശകല എണ്ണയുള്ളൂ, അപ്പോൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിൽ തന്നെ ഇത് നമുക്ക് ശരിയാക്കി എടുക്കാമല്ല. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് എല്ലാം പൊട്ടിക്കഴിഞ്ഞ് തീ നന്നായി കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 3 സ്പൂണാണ് ഇട്ട്. അതുപോലെ മുളക് 1.5 സ്പൂൺ ഇട്ട്. ഇച്ചിരി ഒന്ന് എരി വേണം. ഇനി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ പച്ച ചുവ മാറുന്നതുകൊണ്ട് അരപ്പിൻ്റെ ഈ പച്ച ഇത് മണമൊക്കെ അങ്ങ് മാറി കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ഒഴിച്ച് ഇച്ചിരി നേരം അതിൻ്റെ ഒരു ഇനി കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഉലുവാപ്പൊടി ഇട്ട് ഇനി ഇതിലേക്ക് കായപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉലുവേരെയും കായത്തിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും ഇഞ്ചി അരച്ച് വെച്ചതും കറിവേപ്പിലയും പിന്നെ പച്ചമുളകും ഉള്ളി, ചെറിയ ഉള്ളി എല്ലാം വറുത്തത്, എല്ലാം കൂടി വറുത്തതെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പച്ച ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇതൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ ഈ മിക്സിയിലെ ജാറ് ഇങ്ങനെ കഴുകി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഉപ്പാണ്. ഇതാ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പൊടി ഉപ്പ് ഇടൂല, അല്ലാതെ കലക്കിയാണ് ഒഴിക്കുന്നത്. ഒഴിച്ച് ഇതൊന്ന് തിളച്ച് നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുവി വരട്ടെ. ഉപ്പിടാൻ നോക്കട്ടെ. ഉപ്പ് കുറവാണ്, കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതൊന്ന് ഇനി ഇങ്ങനെ കിടന്ന് തിളയ്ക്കുമ്പോൾ ഈ പതയെല്ലാം അങ്ങ് മാറും, കളറ് തന്നെ മാറും. അപ്പോൾ ഒന്ന് തിളക്കിട്ട് നമ്മൾ പാത്രം മാറ്റിയിട്ടുണ്ട്. അത് തിളച്ചതിന് ശേഷം ചെറിയ കലത്തിലോട്ട് മാറ്റി, ഇഞ്ചി ഇരിക്കുന്ന കലത്തിലോട്ട് മാറ്റി കണ്ട ഇഞ്ചിക്കറി ഉണ്ടാ. നമ്മൾ സാധാ ഇഞ്ചി വറുത്തരച്ച് വെക്കും പോലെ തന്നെ നല്ല ടേസ്റ്റ്. ഞാൻ കൂട്ടി നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റാണ്. വെച്ചതുകൊണ്ട് പറയണമല്ല കേട്ടോ, ഞാൻ വെച്ചുകൊണ്ട് പറയണമല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാം.
അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതാ നല്ല ടേസ്റ്റി ഇഞ്ചിക്കറി. ഇതാ അപ്പോഴടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.